മുഹമ്മദ് കൂടെ ചേരുകയാണ്. ആഷിഖ്, ഇപ്പോൾ പരിക്കേറ്റ നേരത്തെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ആ സ്ത്രീ അവർ മരിച്ചു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടല്ലേ? പ്രവേശിപ്പിച്ചിരുന്ന കെട്ടിടത്തിനുള്ളിൽ നിന്ന് പുറത്തെത്തിച്ച ആ സ്ത്രീയുടെ ശരീരവുമായി ബന്ധപ്പെട്ടുള്ളതാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് അധികൃതർ. ഇപ്പോൾ മരണപ്പെട്ടു എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീയുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് ആരാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതേവരെ പുറത്തു വന്നിട്ടില്ല. മുമ്പ് സാഹചര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ കാണാതായി എന്ന് പറയുന്ന അതേ സ്ത്രീ തന്നെ ആകാനാണ് സാധ്യത എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ ആരാണ് ആ ശരീരം എന്നുള്ളത് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ മരണപ്പെട്ടു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട്. കെട്ടിടത്തിനുള്ളിൽ കോട്ടയം മെഡിക്കൽ കോളേജിനുള്ളിൽ കെട്ടിടം തകർന്നു വീണ് ഉണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പുതുതായി പറയാൻ കഴിയുക. ജില്ലി യെസ്, വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച ഒരു സ്ത്രീയാണ് അവിടെ കെട്ടിടം തകർന്നു വീണ് മരിച്ചത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയ ആളെ അല്പസമയം മുൻപാണ് രക്ഷപ്പെടുത്തിയത്. അവരുടെ പേര് വിവരങ്ങൾ ഈ സമയത്ത് പുറത്തു വന്നിട്ടില്ല. അവർ മരിച്ചു എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് സ്ഥിരീകരിക്കുന്നത്. നേരത്തെ ബന്ധുക്കൾ വന്ന ഒരു സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് രക്ഷാപ്രവർത്തനത്തിന് വീണ്ടും ജീവൻ വെക്കുന്നത്. അതിനു തൊട്ടു മുൻപുള്ള സമയം വരെ ഇക്കാര്യങ്ങളിൽ, അതായത് അവിടെ അപകടം സംഭവിച്ചത് അതൊരു വലിയ രീതിയിലുള്ള അപകടമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു മന്ത്രിമാരടക്കമുള്ളവർ നടത്തിയത്. അവർ വന്നു, ഈ അപകടമുണ്ടായ ശേഷം മന്ത്രിമാർ വളരെ പെട്ടെന്ന് സ്ഥലത്തെത്തുന്നു. ഇതൊരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമായിരുന്നു എന്ന് പറയുന്നു. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, സാരമായ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നിടത്ത് വെച്ചാണ് ഒരു സ്ത്രീയെ കാണാനില്ല എന്നുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ അത്രയും സമയം ആ രക്ഷാപ്രവർത്തനം, പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ വന്ന് പറയുകയാണ് ഇവിടെ മറ്റ് കാര്യമായ അപകടങ്ങളിലെ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമായിരുന്നു, 2 പേർക്ക് പരിക്കേറ്റിട്ടുള്ളൂ എന്ന് കാര്യങ്ങൾ സ്ഥിരീകരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും രക്ഷാപ്രവർത്തനം അത് വളരെ ഗൗരവതരമായി നടന്നിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഇവരെ പിന്നീട് രക്ഷപ്പെടുത്താൻ കഴിയുന്നത്. അത്രയും സന്നാഹങ്ങൾ പോലും അവിടെ എത്തിയിട്ടും മന്ത്രിമാരുടെ വാക്കുകൾ വളരെ ഗൗരവതരമല്ല ഈ അപകടം എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ അത് രക്ഷാപ്രവർത്തനത്തിനും ഉണർവ് നൽകിയില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയും അവർ കണ്ടില്ല. അതുകൊണ്ട് തന്നെ 2 മണിക്കൂറിന് ശേഷമാണ് ഇവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും 2 മണിക്കൂർ ഒരു കെട്ടിടത്തിനുള്ളിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. ഇവിടെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. രക്ഷിക്കാൻ വൈകിയത് മൂലം ഒരു സ്ത്രീ മരിച്ചു. അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അവരുടെ മുഖം പോലും അത് തിരിച്ചറിയാവുന്ന രീതിയിലല്ലായിരുന്നു. അത്രയും ആ അപകടത്തിൽ അവർക്ക് പരിക്ക് പറ്റിയിരുന്നു തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് നമ്മുടെ റിപ്പോർട്ടർമാർ കൂടെ തരുന്നത്. എന്തായാലും അനാസ്ഥ ഒരു സ്ത്രീയുടെ ജീവൻ എടുത്തു എന്ന് മാത്രമേ പറയാനുള്ളൂ. കോട്ടയം മെഡിക്കൽ കോളേജിൽ സർക്കാരിൻ്റെ അനാസ്ഥ ഒരു സ്ത്രീയുടെ ജീവൻ എടുത്തിരിക്കുന്നു. പുറത്തെടുത്ത സ്ത്രീ മരിച്ചു. അവരുടെ പേര് വിവരങ്ങൾ, അവരുടെ ഐഡന്റിറ്റി ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല. അവരെ ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്പസമയത്തിനകം തന്നെ ഒരു വിശദീകരണം നൽകുമെന്ന് കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. 11 മണിയോടെയാണ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടായത്. ആ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ മന്ത്രിമാർ VN വാസവനും ഒപ്പം തന്നെ വീണ ജോർജും ആ സ്ഥലത്തെത്തുന്നു. അവർ പറയുന്നു അവിടെ അപകടമുണ്ടായി, പക്ഷേ അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള കെട്ടിടമായിരുന്നു, 2 പേർക്ക് പരിക്കേറ്റു എന്നുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ സമയത്ത് രക്ഷാപ്രവർത്തനം അവിടെ യഥാർത്ഥത്തിൽ നടന്നിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം മന്ത്രിമാരുടെ വാക്കുകൾ മുഖവിലക്കെടുത്തുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ മോൻസ് ജോസഫ് MLA അവിടെ എത്തിയിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ കെട്ടിടം കണ്ടിട്ട് അതൊരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമാണ് എന്ന് തോന്നുന്നില്ല. വസ്ത്രങ്ങൾ ഒപ്പം തന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലുണ്ട്. അത് ഉപയോഗിക്കാത്ത കെട്ടിടമാണെങ്കിൽ എങ്ങനെ അത് ഉണ്ടാകുമെന്നുള്ളൊരു സംശയം കൂടി ഉയർത്തിയിരുന്നു. അതേ സംശയം തന്നെ ചാണ്ടിയുമ്മൻ MLA അടക്കം ഉയർത്തിയിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ ഈ മന്ത്രിമാരുടെ വാക്കുകൾക്ക് കോൺഗ്രസ് പ്രതിപക്ഷ MLA-മാരൊക്കെ മറുപടി പറയുകയും ചെയ്തിരുന്നു. കാരണം പുതിയ ബ്ലോക്ക് അവിടെ പണി പൂർത്തിയായെങ്കിലും അത് ഉദ്ഘാടനം ചെയ്തിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ആരോപിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് അടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഗുരുതരമായ അലംഭാവം അവിടെ ഉണ്ടായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ കൂടി അവർ ശ്രമിച്ചിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും അനാസ്ഥയുടെ ഇരയായ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ പേര് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. വളരെ ഗുരുതരമായി തന്നെ അവർക്ക് പരിക്കേറ്റിരുന്നു കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്.